ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൻ്റെ ഒറിജിനൽ വെർഷൻ, അതായത് ട്രഡീഷണൽ വെർഷൻ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിപ്പിംഗ് ക്രീമും ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഒക്കെ വെച്ചിട്ടുള്ളത് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. ഇന്നത്തെ റെസിപ്പി ഒത്തിരി ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലവ് കുറഞ്ഞ രീതിയിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ കഴിയുന്ന ഹോം മെയ്ഡ് ക്രീമും ഹോം മെയ്ഡ് ക്രീം ചീസും അതുപോലെ തന്നെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ പുറത്തുനിന്നൊന്നും വാങ്ങിക്കാതെ നമ്മുടെ തന്നെ ഐഡിയയിൽ ഏറ്റവും സിമ്പിളായിട്ട് മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ശരിക്കും നമ്മൾ പ്രൊഫഷണലായിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് ചെയ്യുന്ന ആ ഒരു റെസിപ്പി ആയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത് കേട്ടോ. നമ്മൾ സാധാരണക്കാർക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ട് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് വെച്ചിട്ട് തന്നെ ചെയ്യാവുന്ന ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് വേഗം തന്നെ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിനകത്തോട്ടേക്ക് ഒരു ഇത്തിരി വെജിറ്റബിൾ ഓയിലോ അതല്ലെങ്കിൽ ബട്ടറാണ് കയ്യിലുള്ളതെങ്കിൽ ബട്ടർ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. താഴെ ഭാഗത്തും സൈഡിലൊക്കെ വരുന്ന രീതിയിൽ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഒരു പീസ് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഹോം മെയ്ഡ് ആയിട്ടുള്ള ബട്ടർ പേപ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. ഇനി ഇതിലെ ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നതായിട്ട് ഒരു ബൗളിനകത്തോട്ടേക്ക് 1 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 1 കപ്പ് എന്ന് പറയുന്നത് 240 ml കപ്പാണ് കേട്ടോ. ഇതിലോട്ടേക്ക് 3/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കാം. ഇനി ഒരു 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ചതിന് ശേഷം തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. 1 ടീസ്പൂൺ വിനെഗർ അഥവാ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം ഇതിലോട്ടേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു ഇത്തിരി വാനില പൗഡറാണ് ചേർക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ നമ്മൾ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കൊക്കോ പൗഡർ ഒരിക്കലും കൂടുതൽ ഉപയോഗിക്കരുത്. 1 ടേബിൾ സ്പൂൺ മാത്രം ആഡ് ചെയ്യാം. ഞാൻ കാഡ്ബറിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് നല്ലതുപോലെ അരിച്ചെടുത്തിട്ട് ബാറ്ററിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സ്പൂണോ ഒന്നുകിൽ വിസ്ക് ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് സ്പൂണോ തവിയോ ഉപയോഗിച്ചിട്ട് ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കുക. നല്ലതുപോലെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി സമയം നമ്മളങ്ങ് ഇളക്കി കൊടുക്കരുത്. ഇതിപ്പം ബാറ്റർ കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഉള്ളത്. ഇനി ഇതിലോട്ടേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ പാൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മുടെ കേക്ക്. ജസ്റ്റ് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്ന റെഡ് ഫുഡ് കളറാണ്. ഞാനിപ്പോൾ ഫോസ്റ്റർ ക്ലാർക്കിൻ്റെ റെഡ് ഫുഡ് കളറാണ് ഉപയോഗിക്കുന്നത്. വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിന് പകരം ജെൽ ഫുഡ് കളറോ സൂപ്പർ റെഡ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് സൂപ്പർ റെഡ് ഉപയോഗിക്കുന്നതാണ്. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് കളർ കിട്ടുക. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കറിനകത്തോട്ടേക്ക് ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കുക്കർ 3 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. ഇനി നമ്മൾ ഈ കുക്കർ ഒന്ന് ജസ്റ്റ് തറയിൽ തട്ടി കൊടുത്തിട്ട് ഇതിനകത്തുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് കളയുക. എയർ ബബിൾസ് മുഴുവൻ കളഞ്ഞതിന് ശേഷം കുക്കറിൻ്റെ അടപ്പിൻ്റെ വിസിലും അതുപോലെ വാഷറും റിമൂവ് ചെയ്യുക. അതിനുശേഷം ഒരു തവ വെച്ചിട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കുക. ചൂടായതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് കുക്കർ ഇറക്കി വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് 25 മിനിറ്റാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് റെഡിയായി വരുന്ന സമയം കൊണ്ട് ഇതിനകത്തോട്ടുള്ള ക്രീം തയ്യാറാക്കി എടുക്കണം. അപ്പം ഞാനൊരു സോസ് പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് ഇതിനകത്തോട്ടേക്ക് 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഗോതമ്പ് പൊടി കൊണ്ട് ഐസ്ക്രീം തയ്യാറാക്കി എടുക്കാറില്ലേ, ആ ടേസ്റ്റുള്ള ഒരു ക്രീമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിനാണെങ്കിലും ശരിക്കും നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ശരിക്കും നല്ല ടേസ്റ്റാണ് ഈ ഒരു ക്രീം. ഗോതമ്പ് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഗോതമ്പ് പൊടിയുടെ ആ ഒരു പച്ചമണം മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ചൂടാക്കി എടുത്തതിന് ശേഷം ഇനി ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി 1/2 ലിറ്റർ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഈ പാലെല്ലാം ഉപയോഗിച്ചിട്ടുള്ള പാൽപ്പൊടിയും വെള്ളവും കൂടിയിട്ടുള്ള മിക്സാണ്. നിങ്ങൾക്ക് ഇതിന് പകരം 1/2 ലിറ്റർ പാലായിട്ട് ഉപയോഗിക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പാൽപ്പൊടി ഉള്ളവർ ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് ഞാനിപ്പോൾ ഒരു 1/2 കപ്പിനടുത്ത് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഇത്തിരി വാനില എസൻസോ അതല്ലെങ്കിൽ വാനില പൗഡറോ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ഗോതമ്പ് പൊടി ഇങ്ങനെ ചെറുതായിട്ട് കട്ട പിടിച്ചതുപോലെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യരുത്. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുക. പിന്നെ നമ്മളിനി ലോ ഫ്ലെയിമിലിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. കാരണം ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി സമയം ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്
നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ ശരിക്കും ആ ഒരു മീഡിയം ഫ്ലെയിമിലാകുമ്പോൾ ഒരു 5 മിനിറ്റിൽ തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. ഒത്തിരി സമയം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. ഇതിപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഒന്ന് ക്രീമിയായി വന്നിട്ടുണ്ട്. ഒരു ഇത്തിരി കൂടി കണ്ടില്ല, ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴുള്ളതാണ്. ഇനി നമ്മൾ കുറുക്കിയെടുക്കരുത്, ഈ ഒരു പാകത്തിന് മതി. കാരണം ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടി കട്ടിയായിട്ട് വരും. ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ബൗളിനകത്തോട്ട് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ക്രീം ചീസാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഒരു സോസ് പാനിലോട്ടേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 300 ml പാലാണ്. വളരെ കുറച്ച് മാത്രമേ നമ്മൾ ചെയ്തെടുക്കുന്നുള്ളൂ. കാരണം ആ ഒരു അളവ് തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും നമ്മുടെ കേക്കിന്. പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. പാല് നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിനകത്തോട്ടേക്ക് 1-2 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പാലങ്ങ് പിരിഞ്ഞ് വരാൻ തുടങ്ങും. പാല് നല്ലതുപോലെ പിരിഞ്ഞിട്ട് ആ ഒരു വെള്ളം ഊറി വരുന്ന ആ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പാല് നന്നായി പിരിഞ്ഞ് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ല ചൂടോട് കൂടി തന്നെ ഇതൊരു തുണിക്കകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള ഈ വെള്ളം നമുക്ക് ചപ്പാത്തിയൊക്കെ കുഴക്കുന്നതിനകത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ശരിക്കും ഉപയോഗിച്ചിരിക്കുന്ന തുണി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഇതിനകത്തുള്ള വെള്ളം നല്ലതുപോലെ ഒന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനുശേഷം ഞാനൊരു 10 മിനിറ്റ് ഇതുപോലെ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് എക്സ്ട്രാ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റായി പോയി ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം ഒരു മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ടേക്ക് നല്ലതുപോലെ ചൂടാറി വെള്ളം വാർന്നതിന് ശേഷം ഈ ഒരു പനീർ ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളിതൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിനകത്തോട്ട് 2 പിഞ്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നല്ല ക്രീമിയായി വരുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് റെഡിയാക്കി എടുത്ത ആ ഒരു വെള്ളം തന്നെയുണ്ടല്ലോ, അതിനകത്തുനിന്ന് 1 ടീസ്പൂൺ ഇതിനകത്തോട്ടേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ക്രീം ചീസ്, ഹോം മെയ്ഡ് ക്രീം ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഫ്രീസറിനകത്ത് 5 മിനിറ്റ് ജസ്റ്റ് 5 മിനിറ്റ് തണുപ്പിച്ചെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഗോതമ്പ് പൊടിയുടെ ക്രീമാണ്. അപ്പോൾ ഇനി നമ്മൾ മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കരുത്. ഒന്നുകിൽ സ്പൂണോ അതല്ലെങ്കിൽ ഇതുപോലെ വിസ്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല തണുപ്പോട് കൂടി ഉണ്ടാവും. അപ്പോൾ ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ചൊന്ന് ആ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി മാറിയിട്ട് ഒന്ന് ക്രീമി ആയിട്ട് വരുന്ന രീതിയിലോട്ടേക്ക് നമുക്ക് റെഡിയായി കിട്ടും. ഒന്നങ്ങ് റെഡിയായതിന് ശേഷം നമ്മുടെ ക്രീം ചീസുമായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ക്രീം ചീസ് ഇതുപോലെ ബൗളിനകത്തോട്ടേക്ക് മാറ്റിയിട്ട് സ്പൂണോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള വിസ്കോ ഉപയോഗിച്ചിട്ട് ഒന്നങ്ങ് ഇതുപോലെ ബീറ്റ് ചെയ്യാം. 1-2 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് നല്ല സോഫ്റ്റായിട്ട് വരും. ആ സോഫ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ടേക്ക് നമ്മുടെ ഗോതമ്പ് പൊടിയുടെ ക്രീം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടിയുടെ ക്രീം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. 1-2 ടേബിൾ സ്പൂൺ ആയിട്ട് ബാച്ചായിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ കഴിയുക. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു കളർ കണ്ടില്ല, ആ ക്രീം ചീസുമായിട്ടൊക്കെ യോജിച്ചിട്ട് ശരിക്കും നമ്മുടെ സാധാരണ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് കേക്കിന് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ക്രീം ചീസൊക്കെ ഹോം മെയ്ഡ് ആയിട്ടും അതുപോലെ ഈ വിപ്പിംഗ് ക്രീം ഗോതമ്പ് പൊടിയുടെയൊക്കെ വെച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി, എന്തായാലും ഇഷ്ടമാകും. ശരിക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബാച്ചായിട്ട് ഞാൻ മുഴുവൻ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രീസറിനകത്തോട്ടേക്കൊന്നും വെക്കേണ്ട, നമ്മൾ ഐസിങ് ചെയ്യുന്നത് വരെ ജസ്റ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിനകത്തോട്ടേക്ക് മാറ്റിയാൽ മതി. കാരണം നമ്മളിനി ഫ്രീസറിനകത്ത് വെച്ച് തണുപ്പിച്ചെടുത്താൽ ഇത് ഒത്തിരി അങ്ങ് തിക്കായിട്ട് പോകും. അപ്പോൾ ഐസിങ് ചെയ്യുന്നത് വരെ നമുക്ക് ജസ്റ്റ് ഫ്രിഡ്ജിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തോട്ടേക്ക് പൈപ്പിംഗ് ജെല്ല് ഫൈനലായിട്ട് ഒരു നല്ലൊരു ഗ്ലേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. ഇതിനകത്ത് ഞാനൊരു ഇത്തിരി റെഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നിർബന്ധമില്ല കേട്ടോ, പൈപ്പിംഗ് ജെല്ല് വെച്ച് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്നും ഉപയോഗിക്കാത്തതല്ലേ, അപ്പോൾ ഫൈനൽ നല്ലൊരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ഗ്ലേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പൈപ്പിംഗ് ജെല്ല് ഉപയോഗിക്കുന്നത്. 2 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ പൈപ്പിംഗ് ജെല്ല്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കാം, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കേക്കിന് വേണ്ട ഐസിങ്ങിന് വേണ്ട എല്ലാ കാര്യങ്ങളും തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടോ നോക്കാം. കറക്റ്റ് 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ജസ്റ്റ് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. സ്റ്റിക്ക് നല്ല ക്ലിയറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലതുപോലെ ബേക്ക് ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. കേക്ക് നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം വേണം നമ്മൾ കേക്ക് പാത്രത്തിനകത്ത് മാറ്റാൻ. അതല്ലെങ്കിൽ നമ്മുടെ കേക്ക് പെട്ടെന്നൊന്നെങ്കിൽ പൊട്ടിപ്പോവുക, നമുക്ക് നല്ല ഷേപ്പിൽ പുറത്തെടുക്കാനോ കഴിയില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്, ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗത്ത് വരുന്ന ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക്
ലെവലറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ജസ്റ്റ് കത്തി വെച്ചിട്ടൊന്ന് മുറിച്ചെടുത്താലും മതി. നല്ല സൂപ്പർ മോയിസ്റ്റ് ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഈ ഒരു കേക്കിൻ്റെ മുകൾ ഭാഗം വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു പോർഷൻ നമുക്ക് ഈ പൊങ്ങിയിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കത്തി വെച്ചിട്ട് മുറിച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. ബാക്കി ഞാനൊരു 3 ലെയറായിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ലാസ്റ്റ് വീഡിയോ വാൻചോ കേക്കിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊന്ന് ചെക്ക് ചെയ്യട്ടോ. വീഡിയോ ഒത്തിരി ലെങ്തി ആവുന്നതുകൊണ്ടാണ് ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ 3 ലെയേഴ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മുകൾ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കേക്ക് പീസാണിത്. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒരു പാത്രത്തിൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത്, ഒരു കുപ്പിയുടെ അടപ്പ്. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഷേപ്പിൽ നമുക്ക് കണ്ടില്ലേ ഇതുപോലെയുള്ള ഷേപ്സൊക്കെ ഇതിനകത്തുനിന്ന് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം ഞാൻ ഇതുപോലെ തന്നെ ഒരു 3 എണ്ണം ആ കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി 2 എണ്ണം നമ്മുടെ ഈ കേക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പൊടിച്ചിട്ട് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് റോൾ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ജസ്റ്റ് പാലൊഴിച്ചിട്ട് നിങ്ങളൊന്ന് കുഴക്കുകയാണെങ്കിൽ ഒന്നുകൂടി എളുപ്പത്തിൽ ഇതുപോലെ നല്ല റൗണ്ട് ഷേപ്പിലൊക്കെ ബോൾ ഷേപ്പിലൊക്കെ ചെയ്തെടുക്കാം. ഒന്ന് ജസ്റ്റ് ഹാർഡ് ഷേപ്പിലും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ പഞ്ചസാരയിൽ ഒന്നങ്ങ് കോട്ട് ചെയ്തെടുത്താൽ മതി. പഞ്ചസാരയിലൊന്ന് മുക്കി കൊടുക്കുക, അപ്പോഴത്തേക്ക് നല്ലൊരു കോട്ടിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ നമ്മുടെ കേക്ക് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ബേസ് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹോം മെയ്ഡ് ആയിട്ടുള്ള ടേൺ ടേബിളിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുക, അതിനകത്ത് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങിൽ നിന്ന് ക്രീം കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാരയും വെള്ളവും കൂടിയുള്ള നമ്മുടെ ഷുഗർ സിറപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കേക്ക് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മുടെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഇതുപോലെ ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. നെക്സ്റ്റ് ലെയറിൻ്റെ ടോപ്പിലും പഞ്ചസാര പാനി വെച്ചിട്ട് നല്ലതുപോലെ ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. സെയിം സ്റ്റെപ്പ് വെച്ചിട്ട് നമുക്കിതുപോലെ ക്രീമും ഷുഗർ സിറപ്പ് ഈ ഒരു സ്റ്റെപ്പിലൂടെ മുഴുവൻ ഒന്ന് ചെയ്തെടുക്കാം. ഇനി ടോപ്പിൽ ഏറ്റവും ടോപ്പ് ലെയറിൻ്റെ മുകൾ ഭാഗത്തും പഞ്ചസാര പാനി വെച്ച് നന്നായി കോട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ക്രീം മുഴുവനായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കാം. സൈഡിലും മുകളിലൊക്കെ വരുന്ന രീതിയിൽ സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ മുഴുവൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസറിനകത്ത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് നമുക്ക് വെക്കാം. അപ്പോൾ കറക്റ്റ് 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മുടെ പൈപ്പിംഗ് ജെല്ല് ഇതിൻ്റെ മുകൾ ഭാഗത്തോടുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പൈപ്പിംഗ് ജെല്ല് ഞാൻ മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആ മുകൾ ഭാഗത്ത് ബാക്കി നമ്മൾ മുറിച്ചെടുത്ത കേക്കിൻ്റെ പീസ് ഉണ്ടല്ലോ, ഞാൻ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ആ ഒരു പീസ് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്നെങ്കിലും മിക്സിയിലിട്ട് പൊടിക്കാം. മിക്സിയിലിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൈ വെച്ചൊന്ന് പൊടിച്ചെടുത്താലും മതി. ആ ഒരു പീസ് ബാക്കിയുള്ളതിൽ നിന്ന് പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ സൈഡിലൊക്കെ മുഴുവനായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. ആദ്യം ഈ കേക്ക് വെച്ചിട്ട് ഒന്ന് പൊടിച്ചത് വെച്ചിട്ട് ഇതുപോലെ സൈഡിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഷേപ്പ് ചെയ്തെടുത്തില്ല, കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ജസ്റ്റ് സ്റ്റിക്കിനകത്തോട്ടേക്കൊന്ന് കുത്തി കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് കേക്ക് വെച്ചിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്നൊരു മെത്തേഡ് കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ 3 പീസ് ഇതുപോലെ സ്റ്റിക്കിൽ വെച്ച് ഞാനൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഹാർട്ട് ഷേപ്പ് ഉള്ളതും അതുപോലെ ബോൾ ഷേപ്പൊക്കെ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, പഞ്ചസാരയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, അത് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കാണാനാണെങ്കിൽ പഞ്ചസാരയിൽ കോട്ട് ചെയ്തിട്ട് കാണുമ്പോൾ ശരിക്കും നല്ലൊരു ഭംഗിയിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഈ സൈഡ് ഭാഗമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി, കാരണം ഇതിൻ്റെ ഈ പൈപ്പിംഗ് ജെല്ലിങ്ങനെ സൈഡിലൊരു ഫിനിഷിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേക്ക് പൊടിച്ചത് തന്നെ സൈഡിൽ കൂടി ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മുടെ നല്ല ടേസ്റ്റായുള്ള റെഡ് വെൽവെറ്റ് കേക്ക് നമുക്കൊരു പീസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് എത്രത്തോളം സൂപ്പർ സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആണെന്നുള്ളത്. അതുപോലെ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ എന്തായാലും മനസ്സിലാകും. ക്രീം ചീസ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ക്രീം ചീസ് കൂടിയാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ശരിക്കും ഓവനും ബീറ്ററും മുട്ടയും അതുപോലെ ക്രീം ചീസും ബട്ടറും ഒന്നും തന്നെ നമ്മൾ ഇതിനകത്ത് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. നല്ല സൂപ്പർ മോയിസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ള ടൂൾസ് ഒന്നും ഇല്ല എന്നാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.